ഈ രണ്ട് തത്വവും കൂടി ഫിലോസഫിയും കൂടി ഇങ്ങോട്ട് മത്സരിച്ചു. അഭിവൃദ്ധി പോകാണ്ട് പഠിക്കാൻ കുത്തിരിക്കുക. എന്തെങ്കിലും കിട്ടിയാൽ ആരെങ്കിലും തന്നാല് നബിന്റെ ബാക്കി ഉണ്ടെങ്കിൽ ഇത് തിന്ന് അരവണി അഭിവൃദ്ധിന്റെ പണി. മറ്റെടുത്തോ റസൂലിനൊപ്പം കൂടുന്നുണ്ട്, പണി ചെയ്യുന്നുണ്ട്, യുദ്ധം നടത്തുന്നുണ്ട്, സാമൂഹിക വിചാരണ സദസ്സുകളിലൊക്കെ ഉണ്ട്, കമ്മിറ്റി പ്രവർത്തനം ഒക്കെ നടക്കുന്നുണ്ട്, പണി ഉണ്ടാക്കാൻ കൂടുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ ഖലീഫയായി നിൽക്കുന്നുണ്ട്. ആരാ ശരി? നിങ്ങൾ പറയാ ആരാ ശരി? അബൂഹുറൈറയാണോ ശരി? ഉമർ ഫാറൂഖാണോ ശരി? വിദ്യാഭ്യാസത്തിന്റെ മുമ്പിൽ ഇത് വലിയൊരു ചർച്ചയാണ്. ഉമറാണോ ശരി? അബൂഹുറൈറയാണോ റളിയല്ലാഹു അൻഹുമാ? ആരാ ശരി? നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ ആരാ ശരി? എന്നെപ്പോലത്തെ ഉള്ളവന്മാർ പറയാം രണ്ട് ശരിയായ പിന്നെ ഉണ്ടാവും. നീയാവ് തർക്കമുണ്ടാവുമ്പോ രണ്ട് ശരിയാക്കാൻ പഞ്ചായത്താക്കാൻ കഴിയും. ആരാ ശരി? ഉമറാണോ ശരി? അബൂഹുറൈറയാണോ ശരി? മാനേജിംഗ് കമ്മിറ്റിക്ക് നല്ലൊരു ഇതൊക്കെ പടച്ചവൻ കൂടെ തന്നതാണ്. അല്ലാണ്ട് ഞാനിതൊക്കെ പറയണമെന്ന് വിചാരിച്ച് വന്നതൊന്നല്ല. നിങ്ങൾ പറയാം ആരാ ശരി? നിങ്ങളുടെ അഭിപ്രായം? ആസിക്ക് ഉറപ്പിച്ച് പിന്നെയും പറയുന്നുണ്ട് ആരാ ശരി? ഉമറാണ് ശരി. നോക്കൂ, തർക്കം രണ്ടുപേർക്കിടയിൽ ഒന്നുകൂടി പറഞ്ഞതാണ് കാലുമുക്കി ഏടെ ചവിട്ടാൻ, ഒട്ടിയ വള്ളക്ക് ചവിട്ടാൻ രണ്ട് കഷ്ണാവാര് പിന്നെയും പറഞ്ഞു ചവിട്ടല്ലേ, കാലിയായ വള്ളാണ് ചവിട്ടല്ലേ എന്നാര്? അബൂഹുറൈറ റളിയല്ലാഹു അൻഹു തൊഴിച്ചൊരു ഭാഗത്ത് കണ്ട് നീക്കി. അതെ എന്ന് പറഞ്ഞ പോലെ തിരിച്ചട് നിൽക്കട, ഈ എന്നെ കൊണ്ടുള്ള വൈദ്യസം ഉണ്ടാക്കല്ല, ഞങ്ങൾ നമ്മളെ പണിയെടുത്ത് അടുത്ത അധ്വാനത്തിനും പണിക്കും മാനേജിംഗ് കമ്മിറ്റിയും നാട് ഭരിക്കാനും ഒക്കെ പോവാണ്. ഈ ഇവിടെ വന്നിട്ട് മനുഷ്യനെ തടസ്സം ഉണ്ടാക്കല്ല. ഒരു മൂലനായി ഒന്നും തന്നില്ല, ഒന്നും കിട്ടിയില്ല. അന്ന് പട്ടിണിയിലായി. സയ്യിദുനാ റസൂലുള്ളാഹി ആ രാത്രിയിൽ വരുന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ. ഇങ്ങനല്ലേ കാര്യം തിരിയേണ്ടത്? ഏതാ പഞ്ചായത്ത് നോക്കി റസൂലുള്ളാഹിക്ക് കൊണ്ടുവന്ന ഹദി എടുത്തു. വന്നാര റസൂലുള്ളാഹി ബറക്കത്തിനെന്ന വണ്ണം അതിലേക്കൊന്നൂതി. എന്നിട്ട് എല്ലാവർക്കുമായി വിതരണം ചെയ്തു. നിങ്ങളുടെ വിശപ്പടങ്ങിയോ എന്ന് മുഹമ്മദ് മുസ്തഫ. ആ രാത്രിയിൽ ഞങ്ങളെ വിശപ്പടക്കി. അന്ന് ഞങ്ങൾ വസ്ത്രം ധരിച്ചത് ഷർട്ടില്ലാഞ്ഞിട്ട് തുണിയുടെ രണ്ട് തലയും ഞങ്ങൾ പൊക്കും. കൊടുക്കുന്ന തുണിയില്ലേ, രണ്ട് തലയും ഞങ്ങൾ പൊക്കും. ഇതിന്റെ കോന്തല വലിക്കും, എന്നിട്ട് പെരടിയിലേക്ക് ഉയർത്തും, എന്നിട്ടത് പുറകിൽ കൂട്ടിക്കൊട്ടും, തുണി തന്നെ കുപ്പായമാക്കും.